റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ CBSE +2 പരീക്ഷയിലെ ഒന്നാം റാങ്കുകാരൻ വിപിന് സഹായഹസ്തവുമായി സൈലം ലേണിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ഒരുങ്ങുന്ന വിപിന്റെ വിദ്യാഭ്യാസ ചെലവ് സൈലം ഏറ്റെടുത്തു. അച്ഛൻ ശിവദാസന്റെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ സൈലം ലേണിംഗ് CEO ഫൗണ്ടറുമായ ഡോക്ടർ അനന്തു കരിമ്പിയിലുള്ള വിപിന്റെ വീട്ടിലെത്തി കൈമാറി. CBSE +2 പരീക്ഷയിൽ സൗത്ത് ഇന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയ കരിമ്പ സ്വദേശിയെ തേടിയെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘം കണ്ട കാഴ്ചയാണിത്. ഓലമേഞ്ഞ കുടിലിൽ അമ്മയ്ക്കും രോഗം ബാധിച്ച് കാല് മുറിച്ചു മാറ്റിയ അച്ഛനുമൊപ്പം നിൽക്കുന്ന ഒന്നാം റാങ്കുകാരൻ വിപിൻ. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടും അതിനെയെല്ലാം ആത്മവിശ്വാസം കൊണ്ട് പൊരുതി തോൽപ്പിച്ച വിപിന്റെ ജീവിതകഥ റിപ്പോർട്ടറിൽ വാർത്തയായി. പിന്നാലെ വിപിനെയും കുടുംബത്തെയും തേടി ലോകത്തെ പലയിടത്തു നിന്നും സ്നേഹമുള്ള ഒരുപാട് വാഗ്ദാനങ്ങളും എത്തി. ഒടുവിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്ന വിപിന്റെ സ്വപ്നത്തിന് പിന്തുണയുമായി സൈലം ലേണിംഗ് രംഗത്തെത്തി. വിപിന്റെ പഠനവും താമസവും സൈലം ഏറ്റെടുത്തു. അച്ഛൻ ശിവദാസന്റെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ സൈലം ലേണിംഗ് CEO ഫൗണ്ടറുമായ ഡോക്ടർ അനന്തു വിപിന്റെ വീട്ടിലെത്തി കൈമാറി. മകന്റെ കഠിനാധ്വാനത്തിലൂടെ എത്തിയ നേട്ടങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് വിപിന്റെ മാതാപിതാക്കൾ. എല്ലാം മകന്റെ നേട്ടം തന്നെയാണ്. അവൻ എന്തായാലും ഈ കഷ്ടപ്പാടിലും പഠിച്ച് എന്തായാലും നല്ല മാർക്ക് വാങ്ങി. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഉടൻ തന്നെ സൈലത്തിൽ ചേർന്ന് CA പഠനം ആരംഭിക്കാനാണ് വിപിന്റെ തീരുമാനം. എന്താ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത് എപ്പോഴും സൈലത്തിൻ്റെ തന്നെയാണ്. അനന്ത് സാറിൻ്റെ വാക്കിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ അവിടെ തീരുമാനിച്ചത്. വളരെ സന്തോഷമുണ്ട് സാറ് വന്നതിൽ, സാറിനെ കണ്ടതിൽ. ശരിക്കും ആ വാർത്തയാണ് എല്ലാവരും എത്തിച്ചത്. വളരെ സന്തോഷമുണ്ട്. റിപ്പോർട്ടറിനോട് ശരിക്കും നന്ദി പറയുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.